ഏതൊന്നിനെ സംബന്ധിച്ച് പറയുമ്പോഴും തൻ്റെ അനുഭവ പാഠവം മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അതുമായി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ആ രാജ്യങ്ങളിൽ ഗതാഗത മേഖല എങ്ങനെയാണ് പൊതുമേഖലയിൽ കൊണ്ടുപോകുന്നത്, വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ട്രെയിനിങ്ങുകൾ എങ്ങനെയാണ് നടത്തുന്നത്, അതേക്കുറിച്ചെല്ലാം അദ്ദേഹം പഠിക്കുകയും ആ പഠിച്ചത് വിസ്മരിക്കാതെ അത് താൻ നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെന്റിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മന്ത്രിമാർ നമ്മളുടെ സംസ്ഥാനത്ത്, രാജ്യത്ത് വളരെ കുറവാകും. അങ്ങനെ അത്യപൂർവം എന്ന് നമ്മൾ കരുതുന്ന ഗണത്തിലാണ് ശ്രീ ഗണേഷ് കുമാർ ഉൾപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഓരോ മെഷീൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഔട്ട്മോഡഡ് ആയിട്ടുള്ള മെഷീനുകൾ ഉപയോഗിച്ചാൽ ആ ആളുകൾക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള മെഷീനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയാണ് നമ്മൾ അതത് കാലഘട്ടങ്ങളിൽ വരുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോട് പറയുകയാണ്. പ്രമുഖമായ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ സബ് സെൻ്ററുകൾ തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർ അവിടെയും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകും. പ്രധാന പരിശീലനങ്ങളല്ലേ, ഇപ്പം നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പരിശീലനം, അത്തരം പരിശീലനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും IDTR പരിശീലനം ഏർപ്പെടുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേകമായ പരിശീലനം എങ്ങനെ നടത്താമെന്നുള്ള കാര്യം പഠിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു IPS നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം റിപ്പോർട്ട് തരുന്നതനുസരിച്ച് ഈ ആംബുലൻസുകാരുടെയും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർമാരെയും ഒന്ന് പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് തരുന്നതനുസരിച്ച് നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും. അതിൻ്റെ കമ്പ്യൂട്ടർ ലാബ് 48 പേർക്ക് ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാം. KSRTCയുടെ മുഴുവൻ മിനിസ്ട്രിയിലെ ജീവക്കാരെ 48 പേരുള്ള ബാച്ചുകളായി തിരിച്ച് പുരുഷന്മാരുടെ ബാച്ചും സ്ത്രീകളുടെ ബാച്ചുമായി തിരിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ KSRTCയുടെ മുഴുവൻ സോഫ്റ്റ്വെയർ, പുതിയ സോഫ്റ്റ്വെയർ ഒരുപാട് വന്നിട്ടുണ്ട്, അതെല്ലാം പരിചയപ്പെടുത്തുന്ന ട്രെയിനിങ് ഉടൻ ആരംഭിക്കാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിയാണ് ലാബിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനും കേരളത്തിലെ ജനങ്ങൾക്ക് IDTR വന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബുക്ക് ചെയ്യാനും വരാനും ഒക്കെയുള്ള ഒരു ആപ്പ് കൂടി ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.